മെഴുകുതിരി, ചെറിയ സൈസുള്ള മെഴുകുതിരി എങ്ങനെ ഉണ്ടാക്കുക കാണിച്ചു തരാം. ഇത് അത് ഉണ്ടാക്കുന്ന അച്ചാണിത്. ഇതിലാണ് ചെറിയ മെഴുകുതിരി ഉണ്ടാക്കുന്നത്. അതിന് ഈ നട്ട് അഴിച്ചു, അതിനുശേഷം ഇതിന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു 3 പീസാക്കി. ഈ അച്ചിലോട്ട് ഈ നൂല് ചുറ്റുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലായിട്ട് വരും. ഒരു സൈഡിൽ 20ഉം മറ്റേ സൈഡിൽ 20ഉം ആയിട്ട് അതിനുശേഷം ഒരു സൈഡ് അടച്ചു, മറ്റേ സൈഡ് അടച്ചു. അതിനുശേഷം ഇതിനെ നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ്. ഇത് നല്ല ടൈറ്റായിട്ട് മുറുക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൂടെ മെഴുക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് വഴി മെഴുക് ഒലിച്ച് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്ത് മുറുക്കേണ്ടതാണ്. അതിനുശേഷം അതിനെ മണ്ടയ്ക്ക് കവർ ചെയ്തു. ഇത് നേരത്തെ ഒഴിച്ചു വെച്ചിരിക്കുന്നതാണിത്. ഇതിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകണം. ഇത് ഒഴിച്ചു വെച്ചതിനെ തണുപ്പിക്കാനായിട്ട് വെള്ളത്തിലോട്ട് എടുത്ത് വെച്ചു. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് ഇത് തണുത്ത് വരുന്നതാണ്. ഇനി ഈ തിളപ്പിച്ച മെഴുക് ഈ അച്ചിലേക്ക് ഒഴിക്കുകയാണ്. അത് മണ്ടയ്ക്ക് വരെ നിറഞ്ഞു വരുന്ന രീതിയിൽ ഒഴിക്കണം. ഇതിപ്പോൾ നിറഞ്ഞിരിക്കുകയാണിത്. ഇതൊരു 5 മിനിറ്റ് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം ഇതിനെ എടുത്ത് ഈ അച്ചെടുത്ത് ഈ വെള്ളത്തിലോട്ട് എടുത്ത് വെക്കും. ഇതിന് കുറച്ച് മുമ്പേ എടുത്ത് വെച്ചിരുന്നതാണ്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് കട്ടാവുന്നതാണ്. ഇപ്പൊ ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനിയും വെളിയിലെടുക്കാം. ഇത് കട്ടിയായി കാണും. ഈ നൂല് മണ്ടയ്ക്കൊന്നും അതിന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം. ഈ താഴെ കാണുന്ന നമ്മൾ നേരത്തെ നൂല് ഫിറ്റ് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ നൂലും കട്ട് ചെയ്ത് കഴിഞ്ഞു. മണ്ടയ്ക്ക് മുകളിൽ ചെയ്ത് അടപ്പ് ഓപ്പൺ ചെയ്ത് ഈ ബാക്കി മണ്ടയ്ക്ക് ഇരിക്കുന്ന ഈ മെഴുക് നമ്മൾ ഒരു പിച്ചാത്തി വെച്ച് മുറിച്ച് മാറ്റുകയാണ്. ഇനി നമ്മൾ ആ ബോൾട്ട് അഴിക്കുകയാണ്. രണ്ട് ബോൾട്ടും അഴിച്ചു മാറ്റിയതിനു ശേഷം ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ മെഴുകുതിരി ഇളക്കിയെടുക്കാം. ഇനി മറ്റേ സൈഡിൽ നിന്ന് ഇതാണ് മെഴുകുതിരി. ഇപ്പോൾ ഉണ്ടാക്കിയതാണ് നമ്മൾ. ഇതിന് ഒരെണ്ണത്തിന് 3 രൂപയാണ് വില വരുന്നത്. ഇത് അതിലും വലിയ അച്ചിനകത്ത് ഉണ്ടാക്കിയാണ്, കുറച്ചുകൂടെ വലുതാണിത്. ഇത് 5 രൂപയ്ക്കാണ് വിൽക്കുന്നത് ഒരെണ്ണം.